ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇൻസ്റ്റഗ്രാമിലുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഹായ്. അപ്പോൾ ഞാനിപ്പോൾ ജൻശതാബ്ദിയിലാണ് ഉള്ളത്. ഞാൻ യാത്രയെ പോവുകയാണ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം, ട്രെയിനിലാണ്. എങ്ങോട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദക്ഷിണ കാശി, നമ്മുടെ കേരളത്തിൻ്റെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഓക്കെ, അത് ഒരു എന്താ പറയുക, മെയ് ജൂൺ മന്തിൽ മാത്രമാണ് അത് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഞാൻ മഹാദേവനെ കാണാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെട്ടിട്ടാണ്. ഓൺ ദ വേ ആണ്. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ഉള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ജൻശതാബ്ദിയിൽ എന്താ പറയുക, ഇതെന്താ പറയുന്നത്, തേർഡ് എ സി അല്ലാത്ത ലോക്കലിൽ നോർമൽ തേർഡ് എ സി അല്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യമായിട്ട് അതേ കിട്ടിയുള്ളൂ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ശില്പ, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് മഹാദേവനെ കാണാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് എന്താ പറയുക, ഇങ്ങനെ പ്ലാനിട്ട് വന്ന് ചാടിയതാണ്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. കാരണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പോകണം എന്ന്. പക്ഷെ മഴയും അവിടെ കുറേ പ്രശ്നങ്ങളും മഴയുടെ റിലേറ്റഡ് ആയിട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ മേ ബി മഹാദേവൻ എന്നെ കാണണം എന്നുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം പെട്ടെന്നെല്ലാം പ്ലാൻഡാണ്. അപ്പം ഞങ്ങളങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാളെ മഹാദേവനെ കാണാനായിട്ട് പോവാണ്. സോ എക്സൈറ്റഡ്. സോ ഓൺ ദ വേ ഐ വിൽ കീപ് യു പോസ്റ്റഡ് ഓൾ ദി അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് കേൾക്കാനെന്നുള്ളത് അറിയാം. ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ട്രെയിൻ മൂവായി, ഇനി ഒച്ചയായിരിക്കും, ഒന്നും പറയുന്നത് കേൾക്കില്ല. സോ സീ യു സൂൺ. ഞാൻ പറഞ്ഞതാ കേക്കില്ല. മഴ വൈറ്റാ ഒരിക്കരയ്ക്കും ബസ്മോ ഹായ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഞാൻ കൊട്ടിയൂർ എത്തി. ഞാൻ ഇവിടെ ഒന്ന് മുങ്ങി. ആൻഡ് ആൾക്കാരൊക്കെ ബ്രിഡ്ജിലൂടെ പോകുന്നുണ്ട്. ഞാനിപ്പോൾ താഴെ നിൽക്കണേ. ആൻഡ് ഓൾസോ ഇത് കണ്ടോ, എനിക്ക് കല്ലൊരിച്ചപ്പോൾ കിട്ടിയത് വിഭൂതിയാണ് കേട്ടോ, ഭസ്മം. അത് ഭയങ്കര നല്ലതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് ഇനി മേലേക്ക് ദർശനത്തിന് പോവാണ്. ആൻഡ് ശില്പ ഹായ്. ആൻഡ് ഇത് നമ്മുടെ കണ്ണൂരുള്ള ചേച്ചീൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ നിന്നത്. ചേച്ചിയാണ് എല്ലാ സൗകര്യവും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പോൾ ഞാനൊന്ന് പുഴയിൽ, ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് മുങ്ങി. ഒരുപാട് മുങ്ങാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ഒഴുക്കുണ്ട്. അത്യാവശ്യം തലയിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് എന്തായാലും അങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവാം. ഓക്കെ, ബാക്കി വീഡിയോ കണ്ടിന്യൂഷൻ കാണാം. ശരി. അത്യാവശ്യം തറയിലൊക്കെ കല്ല് സൂക്ഷിച്ച് നടക്കണം, ചളിയുണ്ട്. സോ പോവാണ്. എന്താണെന്നറിയില്ല. ശില്പ നമ്മുടെ വഴികാറ്റി ഏറ്റവും മുന്നേ നടക്കുന്നത്. ഓക്കെ, ബാക്കി പാസ്സൊക്കെ കിട്ടിച്ച് വീഡിയോ ഇട്ടാം. അപ്പോൾ കൊട്ടിയൂർ ഞാൻ
ജസ്റ്റ് ഒന്ന് കാണിക്കാം. ബാക്കില് ഇതേ ആൾക്കാര് പ്രദക്ഷിണം വെക്കുന്നുണ്ട്. ഇതിനും കൂടുതൽ അടുത്ത് കാണിക്കാൻ പറ്റും തോന്നില്ല. പക്ഷെ എന്തായാലും ഇതാണ് ആൾക്കാര് ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന സ്ഥലം. ആൻഡ് സീ ദ ക്രൗഡ്. ഭയങ്കര തിരക്കുണ്ട്. അത്യാവശ്യം ഇതേ മൊത്തം ജനക്കൂട്ടാണ്. ആൻഡ് ശരിക്കും ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. അത്യാവശ്യം ജേണിയൊക്കെ നല്ല സുഖമായിട്ട് ഭഗവാൻ എല്ലാം ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇതുവരെ എത്തിച്ചു. ഇനി ദർശനവും അതുപോലെ തന്നെ എത്തിക്കുമെന്നാണ് വിശ്വാസം. അപ്പൊ ശരി, എന്തായാലും കൂടെ നിൽക്കാം. ദക്ഷിണ കാശി കൊട്ടിയൂർ ഭഗവാനെ ഇത്രയും ജനങ്ങൾ ഇന്ന് തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവാന്ന് അവിടെ എല്ലാവരും പറയണേ. പക്ഷെ ഒന്ന് നോക്കിയേ എത്രയാ ആളുകള്. ഇപ്പൊ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇതൊരു 360 ഡിഗ്രി വ്യൂ ആണ്. ശരിക്കും എത്രയാ ജനങ്ങളല്ലേ. എവിടെ നോക്കി നമ്മളങ്ങനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചു, ഭഗവാനെ കണ്ടു, ഭഗവാന്റെ പ്രസാദം കഴിച്ചു. നമ്മളിത് തിരിച്ചു വരുന്നു. മഴ ഇത്രയും നേരമില്ലാതെ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഒരു രക്ഷയില്ല ഭംഗി. ഇതാണ് പറയുന്നത് പരമേശ്വരൻ, നമ്മുടെ ശിവഭഗവാൻ എന്ന് പറയുന്നത് നേച്ചറാണ്, സൃഷ്ടി. അയ്യോ ഇതെന്താ ഭംഗി നോക്കിയേ, ഒരു രക്ഷയില്ല. അപ്പം വീണ്ടും കാണാം ഇതിന്റെ അപ്ഡേറ്റുമായിട്ട്. നല്ല ഉഗ്ര മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ശരി. അപ്പോൾ ഹായ്. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓക്കെ, കൈൻഡ് ഓഫ്. അങ്ങനെ നമ്മുടെ കൊട്ടിയൂര് നമ്മുടെ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ള ട്രെയിൻ കാത്ത് നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം ശരിക്കും എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, ശരിക്കും ഇങ്ങനെ ഒരു കൊട്ടിയൂരേക്കുള്ളൊരു പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് അവരെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം വർഷത്തിൽ ഒരു മാസം, അതും കുറച്ച് ദിവസമാണ് അതിൽ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. അപ്പം ഞാനൊരു 2-3 വർഷം മുന്നേ പോയിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം ഇങ്ങനെ പോകണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. പക്ഷെ വയ്യായിക കാരണം പശ്ചാത്തലത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ, അവൾ വെച്ച് തന്നെയാണ് ആദ്യത്തെ പോകാനെന്നപ്പോൾ ഞാൻ പറഞ്ഞു പോട്ടെ, ഇപ്രാവശ്യം എന്തായാലും എൻ്റെ വയ്യായ്മ കൊണ്ട് പറ്റിയില്ല, പക്ഷെ അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം ശില്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നമുക്ക് ഞാനൊന്നും കൂടെ കൊട്ടിയൂർ പോകുന്നുണ്ട്, ചേച്ചി വാ നമുക്ക് ഒന്നിച്ച് പോവാം. ശരിക്കും സത്യം പറഞ്ഞാണല്ലോ, നമ്മൾ പറയില്ലേ, നമ്മൾ അമ്പലത്തിൽ പലപ്പോഴും പോകുന്നത് നമ്മുടെ ആഗ്രഹം മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഒരു ശക്തി നമ്മളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കും കൂടെ വേണം, എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും ഗുരുവായൂർ പോകുന്ന കാര്യം പറയുമ്പോൾ ഇതുപോലെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പന് നമ്മളെ കാണണമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് തിരുപ്പതിയിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ശില്പ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയോ, എൻ്റെ അത്രയും വലിയൊരു ആഗ്രഹം, കൊട്ടിയൂർ പ്രാവശ്യം പോകണം എന്നുള്ളൊരാഗ്രഹം മേ ബി ഭഗവാൻ അവിടെ ഇരുന്ന് കേട്ടിട്ട്, എനിക്ക് അന്ന് വയ്യായിക കാരണം എനിക്ക് വരാൻ പറ്റാത്തതിന് എനിക്ക് ഒരു അവസരം കൂടി, നീ വാ
ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീല് പോലെ എനിക്ക് തോന്നി. ശരിക്കും ഒന്നും ആലോചിച്ചില്ല. വിത്തിൻ ഒരു ഒരു എന്താ പറയുക, നാളെ പോകണമെങ്കിൽ ഇന്ന് തത്കാലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, കണ്ണൂരേക്ക് വന്നത്, കൊട്ടിയൂരേക്ക് വന്നത്. ശരിക്കും എന്നിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ട്രാവൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ വന്ന് ഞാൻ പറഞ്ഞ സ്റ്റേ നിന്നത് നമ്മൾ കണ്ണൂർ ചേച്ചീൻ്റെ അവിടെയാണ് ശില്പ. അതും ശില്പ കഴിഞ്ഞ കൊട്ടിയൂർ വിസിറ്റിന് വന്നപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ്. പക്ഷേ ഷി വാസ് മേക്കിംഗ് അസ് ഫീൽ ലൈക്ക് ഹോം. നമുക്ക് ഫുള്ള് വീട്ടിൽ എല്ലാ സൗകര്യവും ചെയ്തു തന്നു, ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ശരിക്കും നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സ്വന്തം ചേച്ചീനെ പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു ആത്മബന്ധം അങ്ങനെ ആരും ചെയ്യില്ല ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് അറിഞ്ഞൂടാത്ത രണ്ടുപേർക്ക് വേണ്ടിയിട്ട്. പക്ഷെ നന്നാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്തു. അപ്പോൾ പറഞ്ഞു വന്നത്, എന്തായാലും കൊട്ടിയൂരത്തെ അൺപ്ലാൻഡ് ആയിട്ടുള്ള, പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പ് ശരിക്കും എന്താ പറയുക ഭയങ്കര നന്നായിരുന്നു. സ്റ്റേ ആണെങ്കിലും ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകുമ്പോഴാണെങ്കിലും അത്യാവശ്യം മഴ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലോണം നമുക്ക് പ്രാർത്ഥിക്കാൻ ഫ്രണ്ടിൽ സ്പെഷ്യൽ VIP ടിക്കറ്റ് കിട്ടി. നമുക്ക് ഫ്രണ്ടിൽ പോയി നിന്ന് ഭഗവാനെ കണ്ട് എല്ലാ പ്രയാസങ്ങളും എല്ലാം പറയാനായിട്ട് പറ്റി. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭഗവാനെ നേദിച്ച ചോറ് പ്രസാദം നമുക്ക് അത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. തിരിച്ച് അഗൈൻ എല്ലാം ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരിച്ച് വീട്ടിലെത്തി ഫ്രഷായി നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇറങ്ങാൻ വരാനായിട്ട് ചിരിക്കില്ലേ, ഒരാൾ ഇത് ചിരിക്കുന്നുണ്ട്. അതിനൊരു കൊച്ചു, നമ്മൾ ഭയങ്കര ഓവർ ബുദ്ധിയാകുമ്പോൾ ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ ഷോർട്ടായി പെട്ടെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ റിട്ടേൺ ടിക്കറ്റ് ഇന്നലെയാണ് തത്കാലിൽ ബുക്ക് ചെയ്തപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഡേറ്റിന് പകരം അടുത്ത മാസം 14-ാം തീയതി ഡേറ്റിലാണ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ശരിക്കും വരുന്നതിന് കുറച്ച് മുന്നേ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ട്രെയിനിൻ്റെ പൊസിഷൻ, കോച്ച് പൊസിഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി നോക്കുമ്പോഴാണ് അറിയുന്നത് 14-ാം തീയതിക്ക് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. ആൻഡ് ലക്കിലി ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പുള്ളി തന്നെയാണ്. ഞാനായിരുന്നെങ്കിൽ പിന്നെ പറയണ്ട, നമുക്ക് കളിയാക്കി കൊല്ലുമായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നൊക്കെ കൊല്ലുമായിരുന്നു. പുള്ളി തന്നെ ചെയ്തതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പുള്ളി അത് ക്യാൻസൽ ചെയ്തു. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ അന്വേഷിക്കുമ്പം അത്യാവശ്യം ട്രെയിന് തിരക്ക് കുറവാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി TTനെ കണ്ടിട്ട് അത് കൺവേർട്ട് ചെയ്യണം. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, സമാധാനത്തിൽ നമ്മളിവിടെ നേരത്തെ വന്നു. ഇപ്പം നമ്മുടെ സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോൻ്റെ ഇന്നലെ തുടങ്ങിയ നമ്മുടെ ഒരു ജേർണീൻ്റെ ഒരു വൈൻഡപ്പ് നമുക്ക് അഗൈൻ സ്റ്റേഷനിൽ തന്നെ ആവാം. ഇന്നലെ ഞാൻ ട്രെയിനിൽ വെച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് എൻഡ് ചെയ്യുന്നത് സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ ആവാം എന്ന് വിചാരിച്ചു. കാരണം കുറച്ചധികം സമയമുണ്ട് ട്രെയിൻ വരാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. ട്രാവൽ വ്ളോഗ്സ് ഇനിയും വരും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് വരും, അത് ഐ വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. സോ ഗൈസ്, ഫൈനലി ട്രെയിനിൽ കയറി. ട്രെയിനിൽ ഞാനും ശില്പയും മാത്രമേ ഉള്ളൂ ഈ കൂപ്പയിൽ. എന്താ അവസ്ഥ? ശില്പയുടെ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ടിക്കറ്റ് ജനറൽ ആണ്, കൺഫേം ആക്കി കിട്ടിയിട്ടില്ല. TT പറഞ്ഞത് AC ഇല്ല, ഒന്നുമില്ല, സ്ലീപ്പറിലും ഇല്ല, ഒന്നുമില്ല, ജനറലിലേക്ക് പോയി കയറാൻ പറഞ്ഞു. ലിറ്ററലി ഡോറിന്റെ അടുത്ത് തൊട്ടടുത്താണ് നിന്നാണ് പോകുന്നത്. ഒന്ന് ബാഗ് വെക്കാൻ പോലും സ്ഥലമില്ല ഗൈസ്. സോ ഇത്രയും സുഖകരമായിട്ട് നമ്മൾ യാത്ര തുടർന്നു. അപ്പൊ തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഒരിക്കലും തളരൂല, നമ്മൾ സ്റ്റിൽ സക്സസ്ഫുള്ളി പോകും. എനിക്ക് തോന്നുന്നു ഈ ബോഗിയിൽ ആകപ്പാടെയുള്ള ഞാനും ഇവളും മാത്രമാണ് തോന്നുന്നു. അതിനിടയ്ക്ക് ഒരു കോൾ വന്നു. അപ്പൊ ശരി. സോ ട്രിവാൻഡ്രത്ത് മിക്കവാറും നിന്ന് തന്നെ ഞങ്ങൾ എത്തും നാളെ രാവിലെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി എത്തുമ്പോൾ കാറ്റുണ്ടാവുമെന്ന് അറിയില്ല. നോക്കാം.